മുംബൈ ഇന്ത്യൻസ് രോഹിത് ശർമ്മയെ തങ്ങളുടെ ടീമിൻ്റെ നായകസ്ഥാനത്ത് നിന്ന് മാറ്റിയതിന് പിന്നാലെ ഒരുപാട് അഭ്യൂഹങ്ങൾ എത്തുകയുണ്ടായിരുന്നു. നായകസ്ഥാനത്ത് നിന്ന് മാറ്റിയതിൻ്റെ പേരിൽ രോഹിത് ശർമ്മ മറ്റ് IPL ടീമുകളിലേക്ക് ചേക്കേറും എന്ന തരത്തിലായിരുന്നു വാർത്തകൾ പ്രചരിച്ചത്. എന്നാൽ ഈ വാർത്തകളൊക്കെയും അടിസ്ഥാനരഹിതമാണെന്നും രോഹിത് ശർമ്മ തങ്ങളോടൊപ്പം തന്നെ ഈ IPLൽ കളിക്കുമെന്നും പറഞ്ഞിരിക്കുകയാണ് മുംബൈ ഇന്ത്യൻസ് അധികാരികൾ. 2024 ഇന്ത്യൻ പ്രീമിയർ ലീഗിനായുള്ള മിനി ലേലത്തിനിടെയാണ് മുംബൈ ഇന്ത്യൻസ് ഒഫീഷ്യൽസ് ഈ കാര്യം ക്രിക്ബസിനോട് അറിയിച്ചത്. മറ്റൊന്ന്, IPL താരലേലത്തിൽ ഇത്തവണ വലിയ നേട്ടമുണ്ടാക്കിയ ടീമുകളിൽ ഒന്നാണ് 5 തവണ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസ്. ലേലത്തിൽ കൃത്യമായ പ്ലാനിങ്ങോടെ എത്തിയ അവർ പുതിയ നായകൻ ഹാർദിക്കിന് ശക്തമായൊരു സംഘത്തെ ഒരുക്കി നൽകുന്നതിൽ ഏറെക്കുറെ വിജയിക്കുകയും ചെയ്തു. ലേലത്തിൽ 2 വിക്കറ്റ് വേട്ടക്കാരായ ബോളർമാരെ റാഞ്ചുന്നതിൽ മുംബൈയുടെ മാസ്റ്റർ പ്ലാൻ കണ്ട് മറ്റു ഫ്രാഞ്ചൈസികളെല്ലാം ഞെട്ടിയിരിക്കുകയാണ്. ബാക്കിയുള്ള ഫ്രാഞ്ചൈസികൾ അത്ര ഗൗരവത്തോടെ കാണാതിരുന്ന 2 മികച്ച ഫാസ്റ്റ് ബോളർമാരെയാണ് 10 കോടി രൂപയ്ക്ക് താഴെ ചെലവഴിച്ച് മുംബൈ ഇന്ത്യൻസ് തട്ടിയെടുത്തത്. ഒരാൾ സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റിലെ പുതിയ സെൻസേഷനും സീം ബോളിംഗ് ഓൾറൗണ്ടറുമായ ജെറാൾഡ് കോട്സിയാണെങ്കിൽ മറ്റൊരാൾ ശ്രീലങ്കയുടെ യുവ ഫാസ്റ്റ് ബോളർ ദിൽഷാൻ മധുശങ്കയായിരുന്നു. വലിയ ഡിമാൻഡ് ഉണ്ടാവുമെന്ന് കരുതപ്പെട്ട കോട്സിയെ 5 കോടി രൂപയ്ക്കും മധുശങ്കയെ 4.6 കോടി രൂപയ്ക്കുമാണ് മുംബൈ സ്വന്തം കൂടാരത്തിലേക്ക് എത്തിച്ചത്. ഈ തുകയ്ക്ക് രണ്ടുപേരും വളരെ മികച്ച വാങ്ങലുകൾ തന്നെയാണെന്ന് നിസ്സംശയം പറയാം. അതിന് വലിയൊരു കാരണം കൂടിയുണ്ട്. ഇന്ത്യയിൽ നടന്ന കഴിഞ്ഞ ഏകദിന ലോകകപ്പിലെ വിക്കറ്റ് വേട്ടക്കാരുടെ ടോപ്പ് 5 ഉണ്ടായിരുന്നവർ രണ്ടുപേരും. ഇന്ത്യൻ പിച്ചുകളിൽ തങ്ങൾക്ക് നന്നായി പെർഫോം ചെയ്യാൻ സാധിക്കുമെന്ന് കോട്സിയും മധുശങ്കയും ഇതിലൂടെ തെളിയിച്ചിട്ടുണ്ട്. ഏകദിന ലോകകപ്പിൽ ഏറ്റവും അധികം വിക്കറ്റുകൾ എടുത്ത 3ാമത്തെ ബോളറായിരുന്നു മധുശങ്ക. 9 മത്സരങ്ങളിൽ നിന്നും 6.7 എക്കോണമി റേറ്റിൽ 21 വിക്കറ്റുകളാണ് അദ്ദേഹം സ്വന്തമാക്കിയത്. കോട്സിയാവട്ടെ ലിസ്റ്റിൽ 5ാം സ്ഥാനത്തുമുണ്ടായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ലോകകപ്പിൽ കൂടുതൽ വിക്കറ്റുകൾ എടുത്തവരിൽ 4ാമതുണ്ടായിരുന്ന ഇന്ത്യൻ സ്റ്റാർ പേസർ ബുംറയും മുംബൈയുടെ കൂടാരത്തിൽ ഉണ്ടെന്നതാണ്. ബുംറയോടൊപ്പം മധുശങ്ക, കോട്സി എന്നിവർ കൂടി ചേരുന്നതോടെ അത് ഏത് ബാറ്റിംഗ് നിരയെയും വിറപ്പിക്കാൻ ശേഷിയുള്ള പേസ് ത്രയമായി മാറുമെന്നുറപ്പാണ്.